പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം പാഴ്വാക്ക്. ചർച്ചകൾ തുടരുന്നതായി ട്രംപ്. കൂടുതൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ച് US ഇസ്രായേൽ സംയുക്ത സൈന്യം. ഇറാനിൽ 12 പേർ കൊല്ലപ്പെട്ടു, 22 പേർക്ക് പരിക്ക്. US രക്ഷപ്പെടാനുള്ള സമയം കഴിഞ്ഞെന്ന് ഇറാൻ. ശക്തമായി തിരിച്ചടിക്കുമെന്നും പ്രഖ്യാപനം. UAE ബഹ്റൈൻ സംയുക്ത സേനയ്ക്ക് നേരെയുള്ള ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു മരണം. ധിക്കാരപരമായ ആക്രമണമെന്ന് UAE പ്രതിരോധ മന്ത്രാലയം. കൊല്ലപ്പെട്ടത് മൊറോക്കൻ സ്വദേശിയായ കരാറുകാരെന്ന് UAE. പശ്ചിമേഷ്യയിൽ ആയിരക്കണക്കിന് സൈനികരെ വിന്യസിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നുവെന്ന് റോയിട്ടേഴ്സ്. പശ്ചിമേഷ്യൻ സമാധാന നീക്കത്തിന് വേദിയൊരുക്കാൻ പാകിസ്ഥാൻ സന്നദ്ധത അറിയിച്ച് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. അസിം മുനീറിനെ ഫോണിൽ വിളിച്ച് ട്രംപ്. US ഇറാൻ ചർച്ച ഈ ആഴ്ച ഇസ്ലാമാബാദിൽ നിന്ന് റിപ്പോർട്ട്. ഇറാനെതിരെ സൈന്യ നീക്കം തുടരണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ട് സൗദി. സംഘർഷം മേഖലയെ പുനർനിർമ്മിക്കാനുള്ള നിർണായക നിമിഷമെന്ന് ട്രംപിനോട് മുഹമ്മദ് ബിൻ സൽമാൻ. ഇറാൻ ഭരണകൂടത്തെ ദുർബലപ്പെടുത്താൻ കരമാർഗമുള്ള സൈനിക നീക്കങ്ങളുടെ സാധ്യത ആരായണമെന്നും സൗദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ച് US പ്രസിഡന്റ്. യുദ്ധത്തെ തുടർന്നുള്ള ഊർജ്ജ പ്രതിസന്ധിയിൽ ചർച്ച. ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന ട്രംപിന്റെ നിലപാടിനെ അനുകൂലിച്ചു മോദി. തെരഞ്ഞെടുപ്പ് മത്സര ചിത്രം നാളെ അറിയാം. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം തള്ളിയത് 354 പത്രികകൾ. അപരഭീഷണി ഒഴിവാക്കാൻ തിരക്കിട്ട നീക്കത്തിൽ മുന്നണികൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ. വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ പൊതുസമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്ത് വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും. VD സതീശൻ ഇന്ന് പാലക്കാട്ട്. BJP ഡീൽ ആരോപണത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനം. കെ സുധാകരന് പിറകെ രമേശ് ചെന്നിത്തലയ്ക്കായി PJ കുര്യനും. ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് തിരുവല്ല മണ്ഡലം കൺവെൻഷനിൽ പറഞ്ഞു. അഭിപ്രായം പറഞ്ഞത് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ. ജമാഅത്തെ UDF ബന്ധം ചർച്ചയാക്കാൻ BJP. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് UDF ഡീൽ ആരോപണം ഉന്നയിക്കുന്നതെന്ന് കുമ്മനം. കാരണം കിട്ടുന്നെങ്കിൽ പോരട്ടെന്നാണ്. വേറെ കുറെ നിയോജകമണ്ഡലമെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ്. കാരണം ഇവർക്കൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ലല്ലോ വിമർശനം, പിന്തുണയുമല്ല. എതിർക്കുന്നതും അനുകൂലിക്കുന്നതൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ല, നൈമിഷികമായ താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്. BJP ജയിക്കാതിരിക്കാൻ ചിലയിടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി LDFന് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തതും ആയുധമാക്കി BJP. UDFനുള്ള വെൽഫെയർ പാർട്ടി പിന്തുണ LDF മറക്കുന്നുവെന്നും വിമർശനം. ട്രാൻസ്ജെൻഡർ ബിൽ പാസാക്കി ലോക്സഭ. ജനിതക ശാരീരിക വ്യത്യസ്തതകൾ ഉള്ളവരെ ഉൾപ്പെടുത്തി ബിൽ. വ്യക്തി താൽപര്യമോ സ്വയം ലിംഗനിർണയമോ നിയമവിധേയമല്ല. ബിൽ തിരക്കിട്ട് പാസാക്കിയതിൽ പ്രതിഷേധമുയർത്താൻ പ്രതിപക്ഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.